സ്പോർട്സ് പിച്ചിൻ്റെ പ്രേക്ഷകർക്ക് നമസ്കാരം. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഓർത്തത് ഇന്ത്യ വേൾഡ് കപ്പ് തൂക്കുമെന്നാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 2024 വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല എന്നാണ്. ആ സമയത്ത് നമ്മുടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചിട്ട് പോലും സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ അടിപൊളിയായിട്ട് ഇന്ത്യൻ ടീം പോയി. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഓഡി ടീമും ടെസ്റ്റ് ടീമിനേക്കാളും അതിഗംഭീരമായിട്ടാണ് 2020 ടീം പോയത്. കാരണം നമ്മുടെ 2020 ടീമിൽ തന്നെ ഒരു സ്ഥിരതയാർന്ന പ്രകടനം. നമ്മുടെ സഞ്ജു അഭിഷേക് ഓപ്പണിങ്, തിളവർമ്മ, സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ്, ആ ഒരു രീതിയിൽ തന്നെയാണ് ടീം സെറ്റായിട്ട് പോയത്. ഇപ്പോൾ സഞ്ജുവിനാണെങ്കിൽ പോലും അടിപൊളിയായി ഒത്തിരി അവസരങ്ങൾ കിട്ടി. അത് അദ്ദേഹം മുതലാക്കുകയും ചെയ്തു. 3 സെഞ്ചുറികൾ ഉൾപ്പെടെ അദ്ദേഹം മുതലാക്കി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഏഷ്യ കപ്പിലാണെങ്കിൽ പോലും ഈ ടീം ഏഷ്യ കപ്പ് നേടി. ഏഷ്യ കപ്പ് നേടി. ആ സമയത്ത് ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗ് ആയിട്ട് കയറ്റിയെങ്കിലും അദ്ദേഹത്തിന് വലിയ ഫോമിലാകാൻ പറ്റിയില്ല. എങ്കിൽ പോലും ടീം കപ്പടിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ശുഭ്മാൻ ഗില്ലിനെ നൈസായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഈ കഴിഞ്ഞ ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് പോലും ഇന്ത്യൻ ടീം നല്ല തുടക്കവും 200 റൺ സ്കോർ ചെയ്യുകയും അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷനൊക്കെ നല്ല ഫോമിലായിട്ട് നല്ല ബാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ആ സമയത്ത് നമ്മുടെ സഞ്ജു മാത്രമേ വളരെ മോശമായിട്ടുള്ളൂ. എങ്കിൽ പോലും ഇന്ത്യൻ ടീം അടിപൊളിയായിട്ട് നല്ല ബാറ്റിംഗ് കാഴ്ചവെക്കുകയും ന്യൂസിലാൻഡ് ബോളേഴ്സിനൊക്കെ വിറപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യ ബാറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇന്ത്യൻ ടീം കപ്പടിക്കും എന്ന് തന്നെയാണ് അവർക്ക് വിശ്വാസം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര വേൾഡ് കപ്പിന് മുമ്പത്തെ ഒരു ടീമായിട്ടല്ല എനിക്ക് തോന്നിയത്. കാര്യം വളരെ മോശം എന്ന് തന്നെ ഞാൻ പറയും. ആദ്യത്തെ 4 മാച്ചിൽ പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കി 3 ടീമും അത്ര വലിയ ടീമല്ലെന്ന് പറയാം. അവരോട് പോലും ജയിച്ചില്ലാത്ത മട്ടിലാണ് നമ്മൾ ഇന്ത്യൻ ടീം ജയിച്ചത്. പാകിസ്ഥാനോടാണെങ്കിൽ അതും ആദ്യത്തെ 4 കളിയിലും ഇന്ത്യൻ ടീം ആദ്യമേ ബാറ്റ് ചെയ്തിട്ട് ചേസ് ചെയ്ത് അവരെ എറിഞ്ഞിടുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കളി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ ടീമിന് ചേസിങ് കിട്ടുന്നത്. ആ കളി തന്നെ അവർ തോൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കളി തോൽക്കുക തന്നെ ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം മുമ്പോട്ടുള്ള കളിയിൽ സെമിഫൈനലാണ് ഫൈനലും ഇങ്ങനൊരു തോൽവി പ്രതീക്ഷിച്ചിരുന്നതാണ്. കാര്യം ഇന്ത്യ ഇപ്പോഴത്തെ ലൈനപ്പ് ഫോമിലല്ലാട്ട് പോലും അഭിഷേക് ശർമ്മേനെയും തിളവർമ്മേനെയൊക്കെ ടീമിൽ സ്ഥിരമായിരുന്നു. പക്ഷെ അവർ 1ാം റാങ്ക് ബാറ്റ്സ്മാൻ ആണെങ്കിൽ പോലും ഫോമിലോട്ട് തിരിച്ച് വരാം. എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ റിങ്കു സിംഗിനെ പുറത്തിരുത്തി സഞ്ജുവിന്, അതായത് നേരത്തെ പോലെ സഞ്ജു അഭിഷേക് ഓപ്പണിങ് കൊടുക്കുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമാണ്. എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് ഈ ഒരു കാര്യമല്ല. ഞാൻ ഇപ്പോൾ എല്ലാ മാച്ചും ഞാൻ കാണുന്നതാണ്. എൻ്റെ ഒരു ഇതിൽ ഈ തവണ 2026 വേൾഡ് കപ്പ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് വെസ്റ്റ് ഇൻഡീസാണ്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബാറ്റ്സ്മാന്മാരും ബോളേഴ്സുമാണ് വെസ്റ്റ് ഇൻഡീസിനുള്ളത്. അതിൽ ഇന്ത്യൻ ടീം ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ ടീമിനെ വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ലോകകപ്പിന് മുമ്പ് ഇന്ത്യൻ ടീം പുലികളായിരുന്നെങ്കിൽ വേൾഡ് കപ്പിൽ വെസ്റ്റ് ഇൻഡീസാണ് പുലികളെന്ന് ഞാൻ പറയും. വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിൻ്റെ ഇന്നലത്തെ കളി തന്നെ കണ്ടായിരുന്നു. സിംബാബ്വെ ചെറിയ ടീമാണെങ്കിൽ പോലും 4 കളി ജയിച്ചിട്ട് സൂപ്പർ 8 വന്നതാണ്. ഓസ്ട്രേലിയയെ പോലും അവരോട് 254 റണ്ണാണ് വെസ്റ്റ് ഇൻഡീസ് അടിച്ചത്. അപ്പം വെസ്റ്റ് ഇൻഡീസിൻ്റെ എല്ലാ കളിയും തന്നെ ഞാൻ കാണാമായിരുന്നു. ഇപ്പം ഇന്ത്യയാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ എല്ലാ കളിയും തന്നെ ഞാൻ കാണാറുണ്ട്. അപ്പം വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിൻ്റെ അതിനൊപ്പം തന്നെ നോക്കാം. അതിൽ ബ്രാൻഡൻ കിങ്, ഷായ് ഹോപ്പ് ഇവരാണ് ഓപ്പണിങ്. അതിൽ കിങ് മാത്രമാണ് കുറച്ച് ഫോമിലല്ലാത്ത എനിക്ക് തോന്നുന്നു. ഷായ് ഹോപ്പ് ആണെങ്കിൽ അത്യാവശ്യം കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള താഴോട്ടാണ് ഹെഡ്മയർ നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ഥിരം എല്ലാ സീസണിലും ബാറ്റ്സ്മാനാണ്. അദ്ദേഹം സാധാരണ ഫിനിഷർ റോളിലാണ് ഇറങ്ങാറുള്ളത്. പക്ഷേ ഈ വെസ്റ്റ് ഇൻഡീസുമായിട്ട് ലോകകപ്പിൽ അദ്ദേഹം ഇറങ്ങുന്നത് 1 ഡൗൺ ആയിട്ടാണ്. ആ 1 ഡൗൺ ആയിട്ട് ഇറങ്ങി അദ്ദേഹം എല്ലാ കളികളും മികച്ച പ്രകടനമാണ് ഹെഡ്മയർ. ഇന്നലെ തന്നെ കണ്ടായിരുന്നു, 30 ബോളിൽ 85 റണ്ണും കണ്ടാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. ഏറ്റവും നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ റോവൻ പവൽ, റൂദർഫോർഡ്, റൊമാറിയോ ഷെപ്പേർഡ്. അപ്പം അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് അടിപൊളിയാണ്. ഇപ്പം ഇന്ത്യൻ ടീമിനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയിട്ട് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ സിംബാബ്വെ ആണെങ്കിൽ പോലും അത്ര മോശം ടീമൊന്നുമല്ല. അപ്പോൾ ഇന്ത്യക്ക് അടുത്ത 2 കളി നിർണായകമാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വെസ്റ്റ് ഇൻഡീസ് ഈ തവണ കപ്പടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അത്രയ്ക്ക് ശക്തമായാണ് അവരുടെ ആഹ്, ബാ ടീം ബാറ്റിംഗ് ലൈനപ്പ് ആണെങ്കിലും ബോളിംഗ് ടീമാണെങ്കിലും കണ്ടാൽ അടികിട്ടുന്ന ചെണ്ട ബോളിംഗ് ഒക്കെ ആണെങ്കിലും അവർ കറക്റ്റ് പ്ലാനിങ്ങും ഇതൊക്കെ കൂടിയാണ് അവർ പന്തെറിയുന്നതും എല്ലാം ചെയ്യുന്നത്. ഫീൽഡിംഗ് ആണെങ്കിൽ സെറ്റ് ഫീൽഡിംഗ് ഒക്കെയാണ്. അവരുടെ കോച്ച് സാമുൾസ് അത്ര ആഹ്, ഇതായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അതുപോലെ ആഹ്, എന്താ പറയുക ഇപ്പം ഇന്ത്യക്ക് നമുക്ക് അതിലില്ലാത്തത് ഒരു കാര്യമാണ് പ്ലാനിങ്. അതായത് ഇപ്പം 4 കളി ജയിച്ചെങ്കിൽ ആ 4 കളിയിൽ സെയിം ടീം തന്നെ ഇവർ കൊണ്ട് നടക്കുക. അതിപ്പം ഇവിടെ ആ 4 കളിയിലും അവർക്ക് കിട്ടുന്ന ഇപ്പം ജയിച്ചെങ്കിൽ പോലും ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ ആ മിസ്റ്റേക്ക് മാറ്റാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പോൾ തിളവർമ്മയുടെ ആണെങ്കിലും ഇപ്പോൾ അഭിഷേക് ശർമ്മയുടെ ആണെങ്കിലും ഇപ്പോൾ ഫീൽഡിങ്ങിലാണെങ്കിലും അവർക്ക് തെറ്റ് പറ്റുന്നത് ആ തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നില്ല. അപ്പോൾ ആ തെറ്റൊക്കെ തിരുത്തി ശ്രമിച്ചെങ്കിൽ മാത്രമേ മുമ്പോട്ട് ഇപ്പം വെസ്റ്റ് ഇൻഡീസ് ആയിട്ടാണെങ്കിൽ സിംബാബ്വെ ആയിട്ടുള്ള കളി ഇന്ത്യക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അത് നിർണായകമായ 2 കളികളാണ്. ആ 2 കളികൾ ജയിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യ സെമി ഫൈനൽ എന്ന കടമ്പയിലോട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയായിട്ട് തോറ്റു. അപ്പോൾ ആ കളികളെല്ലാം അവിടുന്ന് പറ്റിയ മിസ്റ്റേക്കുകളെല്ലാം മാറ്റി സിംബാബ്വേയായിട്ടും വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളി അതിപ്പം മാറ്റേണ്ടവരെ മാറ്റുക തന്നെ ചെയ്യണം. അല്ലാതെ സഹതാപം കൊണ്ട് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. ടീമാണ് മെയിൻ. ഇപ്പം സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഞാൻ വെച്ച് നോക്കിയത് സഞ്ജു ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. അല്ലാതെ സ്വന്തം സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും പ്രഷറായിട്ട് വന്ന് പോയാലും നമീബിയയ്ക്ക് നല്ലൊരു തുടക്കം 3 6 ഒരു 4 അടിച്ച് അത് നല്ലൊരു പാർട്ണർഷിപ്പ് തുടങ്ങി. അദ്ദേഹം നേടിയ ഒരു സ്ട്രൈക്ക് റേറ്റ് ഇപ്പോഴും ഇത്തരം കളി കളിച്ചിട്ട് പോലും മിക്ക ടോപ്പ് ഓർഡറിൽ ഒരു ബാറ്റ്സ്മാൻ പോലും ഇതുവരെ നേടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം 7 ബോൾ 22 റണ്ണ്. അഭിഷേക് ശർമ്മ ആണെങ്കിൽ 5 മാച്ചിൽ 15 റണ്ണേ മൊത്തത്തിൽ എടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു കളിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള നല്ലൊരു ഓപ്പണർ അടിച്ചു കയറ്റാൻ നോക്കുന്ന ഓപ്പണർമാർ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് ബാക്കി എതിർ ടീമിന് ഒരു പ്രഷർ വരത്തുള്ളൂ തുടക്കത്തിൽ തൊട്ട്. അപ്പം ഇന്ത്യൻ ടീമിനേക്കാളും മികച്ചു നിൽക്കുന്നത് അപ്പം വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയുമാണ്. അപ്പം ഇന്ത്യയുടെ അടുത്ത 2 കളി എന്ന് പറഞ്ഞാൽ സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസുമാണ്. അപ്പോൾ ആ 2 കളി നിർണായകമായ മാറ്റങ്ങൾ വരുത്തി ജയിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വെസ്റ്റ് ഇൻഡീസും അത്ര മോശം ടീമൊന്നും അല്ല. വെസ്റ്റ് ഇൻഡീസ് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ പ്ലാനിങ് എല്ലാം പഠിച്ച് വന്നിട്ട് ഇന്ത്യയെ തോൽപ്പിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അത് നേരത്തെ 2016 അവർ വേൾഡ് കപ്പ് നേടിയപ്പോൾ ഇന്ത്യയിലായിരുന്നു വേൾഡ് കപ്പ്. അപ്പോൾ അന്ന് ഇന്ത്യയെ തോൽപ്പിച്ചാണ് വെസ്റ്റ് ഇൻഡീസ് സെമി ഫൈനലിൽ അവിടെ അങ്ങനെ തോൽപ്പിച്ചിട്ടാണ് ഫൈനലിൽ കയറി കപ്പടിക്കുക ഇതാണ് ചെയ്തത്. അപ്പം വളരെ നിർണായക മേഖലയിൽ ഇന്ത്യ നന്നായിട്ട് കളിച്ച് കപ്പടിക്കട്ടെ എന്ന് തോക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഇന്ത്യക്കാരും വെസ്റ്റ് ഇൻഡീസ് ഫാനാണെന്ന് ഞാൻ പറയാം. കാര്യം വെസ്റ്റ് ഇൻഡീസിൻ്റെ ആ ടീം സെറ്റ് ടീമാണ്. കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ആ ഓപ്പണേഴ്സ് വിളിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ IPL കളിച്ച് നല്ല ശീലമുള്ള ഗ്രൗണ്ടാണ് ഇന്ത്യയുടെ. അപ്പം നമുക്ക് എന്തായാലും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സ്പോർട്സ് പിച്ച് എല്ലാവരും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.